സേതുമാധവന്റെ വീടല്ലേ? അതെ. ആളുണ്ടോ ഇവിടെ? എന്താ? ഞാനാ സേതുമാധവൻ. അറിയോ? എന്റെ പേര് ദിവാകരൻ. ഞാനാ ഈ റേഞ്ച് ചാരായം പിടിച്ചിരിക്കുന്നത്. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇരിക്കൂ. വേണ്ട, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കാം. നമ്മളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ജയിലിൽ നിന്ന് വന്ന കാര്യം ഞാൻ മിനിഞ്ഞാന്നാ അറിഞ്ഞത്. എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു? അതോ, എന്നെ ഒന്ന് രക്ഷിക്കണം സേതുമാധവ. വാശിക്ക് വിളിച്ചതായി റേഞ്ച് അന്യായ കാശായി. ഇപ്പൊ വലിയ നഷ്ടത്തില. സകല മുക്കിലും മൂലയിലും ഉണ്ട് വാറ്റ്. എക്സൈസുകാർ വല്ലപ്പോഴും വന്നൊരു കറക്കം കറങ്ങി പോകുന്നതല്ലാതെ ഒരു കാര്യമില്ല. ഓരോ വരവിനും നമ്മുടെ പോക്കറ്റ് കാലിയാവുകയും ചെയ്യും. ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യം എന്താണ്? പറയട്ടെ. അപ്പൊ നമ്മൾ നേരിട്ട് ഇടപെട്ട് പിടിച്ചാലേ കാര്യമുള്ളൂ. അതിനൊരാള് വേണം. പേര് കേട്ടാ ഞെട്ടണം. നമ്മുടെ കീരിക്കാടൻ ജോസ് ഉണ്ടായിരുന്ന കാലത്ത് പല റേഞ്ചിലും പോയി ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. മൂപ്പർക്ക് നല്ല കാശും കിട്ടിയിട്ടുണ്ട്. എന്റെ റേഞ്ച് സേതുമാധവൻ ഒന്ന് ക്ലീൻ ആക്കി തരണം. ഞാനോ? അതെ, എന്റെ റേഞ്ചിന്റെ കാര്യങ്ങൾ നോക്കുന്നത് നിങ്ങളാണെന്നറിഞ്ഞാ പിന്നെ എല്ലാവരും ഒന്ന് മടിക്കും. കോട പിടിച്ചാ ഇടിച്ചങ്ങ് തകർത്തേക്കണം. എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഏറ്റവും കൈത്തേറ്റ് പറ്റി ഇനി ഒരുത്തൻ കാലിയായാലും പ്രശ്നമൊന്നുമില്ലെന്നേ. ഇതുപോലെ 5-8 കൊല്ലം ജയിലിൽ കിടക്കേണ്ടിയൊന്നും വരില്ല. നല്ല കാശും ഞാൻ തരും. എന്താ, എന്റെ കൂടെ നിൽക്കുമല്ലേ? ഇല്ല. സേതുമാധവ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. മറ്റാര് തരണേക്കാൾ കൂടുതൽ കാശ് ഞാൻ തരും. നിനക്ക് ഇഷ്ടമുള്ള 1-2 ആളുകളെ കൂട്ടിനും വിളിച്ചോ. സാറേ, കഷ്ടപ്പാടുകളുണ്ട്, ധാരാളം പ്രശ്നങ്ങളുണ്ട്. എന്നാലും കൂലിത്തല്ലിന് ഗുണ്ടായിട്ട് എന്നെ കിട്ടില്ല. അതിലും ഭേദം ഞാൻ തെണ്ടും. എന്താ ഇങ്ങനെ പറയണത്? കൂലിക്കെല്ലാം വിളിക്കല്ല, എന്റെ അമ്മയിൽ ജോലിക്കാ വിളിക്കണത്. ജോലി ഇതാണെന്ന് മാത്രം. ആ ജോലി എനിക്ക് വേണ്ട സാർ. നിങ്ങൾക്ക് ആളെ തെറ്റി. ഒരാളെ കൊല്ലേണ്ടി വന്ന് ജയിലിൽ പോയിട്ടുണ്ടെന്ന് വെച്ച് കീരിക്കാടൻ ജോസിന്റെ ലിസ്റ്റിൽ പെടുത്തരുത് തന്നെ. പിന്നെ ഇവനൊക്കെ ഏത് ലിസ്റ്റിലാണോ? ഞാൻ നടക്കട്ടെ. വലിയ ചെക്കനായി നീ. ഇപ്പൊ കരിമീശ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏട്ടനെപ്പോ എത്തി? 11 മണിക്ക് എത്തിയതാ. വീട്ടിലെത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. പരോളാണോ അല്ലെങ്കിൽ? അല്ല, ശിക്ഷ കഴിഞ്ഞു. ഇരിക്കും. അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, അസുഖം ഭേദമുണ്ട്. മരുന്നൊക്കെ കഴിക്കണു. നീ വീട്ടിലോട്ടൊരു കത്തയച്ചിട്ട് 1 മാസമായെന്ന് പറഞ്ഞു. സമയം വേണ്ടേ? പിന്നെ ഇവിടെ എന്ത് വിശേഷമുള്ളത്? ആ, കാശ് വല്ലതും തന്നിട്ടുണ്ടോ? കാശ് എൻ്റെ കയ്യിലുണ്ട്, കുറച്ച് കാശ്. ഇവിടെ ഞാൻ എങ്ങനെ കഴിയുന്നറിയോ? നല്ലൊരു പാന്റ് ഷർട്ടും ഇല്ല, കറക്റ്റ് സമയത്തിന് ഫീസ് കൊടുക്കാനില്ല. വീട്ടിലെ സ്ഥിതി നിനക്കറിഞ്ഞൂടെ? വീട്ടിലെ സ്ഥിതി ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? നാടകം ഉള്ളതിനനുസരിച്ച് ഫീസ് തരാമെന്ന് പറയാൻ പറ്റൂ? മനസ്സിലാക്കണമെന്നേ പറഞ്ഞുള്ളൂ. 1000 ഉണ്ടല്ലേ? ആ. എൻട്രൻസ് എഴുതി പാസ്സായപ്പോ ഞാൻ പറഞ്ഞ അച്ഛനോട്, നമുക്കിത് വേണ്ട, ഞാൻ വല്ല വർക്ക്ഷോപ്പിലും പോകാം. അപ്പൊ അതാർക്കും സമ്മതമല്ല. ഇപ്പൊ കാശ് വെച്ച് എഴുതിയ 1500 ചേരും. ഞാൻ എന്ത് ചെയ്യും? മറ്റു പിള്ളേരെ പോലെ എനിക്കും കഴിയണ്ടേ? ഒക്കെ ശരിയാവും. ഇപ്പൊ ചേട്ടൻ ഇറങ്ങില്ലേ? നിന്റെ പഠിപ്പിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിനക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ചേച്ചിയോട് നാടകം നിർത്താൻ പറയണം. ഇന്നാളിൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ നാട്ടില് ആർട്സ് ഓഫ് ഇനോഗ്രേഷന്റെ നോട്ടീസ് ഉണ്ടെന്നപ്പോ ചേച്ചിയുടെ പടം ഞാൻ ആകെ ഒരുങ്ങിപ്പോയി. അവള് നാടകക്കാരി ആയത് നിനക്ക് വേണ്ടിയാ? അതെ, എന്നാലും ആളുകൾ ഓരോന്നൊക്കെ പറയുമ്പോ എന്റെ തല കുനിഞ്ഞു പോവാ. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? വിശേഷമൊന്നുമില്ല. ചിലപ്പോ അച്ഛന്റെ സ്വഭാവം ഭയങ്കര റിട്ടേണിങ്ങാ. കള്ളുകൊണ്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. നീ ഇങ്ങനൊന്നും പറയരുത്. മോഹിച്ചതെല്ലാം തകർന്നു പോയ ഒരാളാണ് നമ്മുടെ അച്ഛൻ. നീ മാത്രമാണ് ഒരാശ്വാസം. എന്തെങ്കിലുമൊക്കെ പറയണത് ഉള്ളിലെ വിഷമം കൊണ്ടാ. അല്ല, എന്നോടൊന്നും പറയാറില്ലേ. ഏട്ടനിപ്പോ പോണുണ്ടോ? അല്ല, ഇവിടെ മെസ്സിൽ ഗസ്റ്റ് അലോടല്ല. വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോട്ടെ.
എങ്കിൽ ഏട്ടൻ വയ്ക്കോ. ആ രമേശ തുറക്കടാ. വാതിൽ അടച്ചിട്ട് എന്താണ് പരിപാടി? അപ്പോ അങ്ങനെ ആയിക്കോട്ടെ. രമേശിന്റെ ഏട്ടനാ? ആ, ഒരേട്ടൻ. കണ്ടാൽ അറിയാം നിന്റെ ഏട്ടനാണെന്ന്. നിന്റെ നല്ല ചായ ഉണ്ട്. ആ, ഏട്ടൻ എന്ന് പറഞ്ഞാ വകയൊരേട്ടൻ, അത്രേ ഉള്ളൂ. വാ പോവാ. നീ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. എന്തെങ്കിലും ഒരു പണി കണ്ടെത്തണം. രമേശനോട് അവന്റെ പഠിപ്പിന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിരിക്കുക. ആ, എന്നിട്ട് അത് മുഴുവൻ പറഞ്ഞില്ല. പിന്നെന്തു പറഞ്ഞു അവൻ? എല്ലാവരും ചോദിച്ചു. അവന് വലിയ സന്തോഷമായി ഞാൻ ചെന്നത്. കൂട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തി. ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ഊണ് കഴിച്ചു. എന്നെ ബസ്സിൽ കയറ്റി ഇരുത്തിട്ടാ പോയത്. വിശ്രമം വേണ്ട, ഏത് നേരവും സംസാരവും ഇരിപ്പും നടപ്പും. എനിക്കിപ്പൊ പണ്ടത്തെക്കാളും വളരെ ഭേദമുണ്ട്. ആ ആയിക്കോ, ഞാനൊന്നും പറയുന്നില്ല. എടീലേ, എന്തൊരൊരുക്കുവാടി ഇത്? 5 മണിക്ക് എത്താന്ന് വാക്ക് പറഞ്ഞല്ലേ? നാളെ 9 മണിക്കാ. 7 മണിക്കങ്ങ് എത്തിയാ മതി. അച്ഛൻ വെറുതെ വേണ്ടാത്ത ഒരു വാക്ക് പറയും. ആ, അച്ഛന്റെ വാക്കുകളൊക്കെ വേണ്ടാത്തതായിരുന്നു. ഞാൻ ഈ ജംഗ്ഷനിൽ കുഞ്ഞാപ്പൂന്റെ കടലുണ്ടാവും, നീ അങ്ങോട്ട് വന്നാ മതി. അങ്ങനെ ഇപ്പൊ വേണ്ട. ചാരയും കുടിക്കാനല്ലേ? എന്റെ ഒരുക്കൊക്കെ തീർന്ന് ഒരുമിച്ച് പോയാ മതി. എടുത്തി ഏട്ടൻ വരുന്നുണ്ടോ എന്റെ നാടകം കാണാൻ? ഇല്ല. ഇവിടെ അടുത്തല്ലേ, വേണമെങ്കിൽ പോയി കാണടാ. വേണ്ട, എനിക്കത് കാണണ്ട. ഏടത്തേക്ക് വരായിരുന്നു. എന്നാ കുടുംബം അടച്ചു പോവാം. നീ വരണുണ്ടോ? പോട്ടെ അമ്മേ. എവിടുന്ന് കിട്ടിയ അമ്മേ ഇവക്ക് ഈ ധൈര്യം? ധൈര്യം ഉണ്ടാവും നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന് തോന്നുമ്പോ, നേടാൻ ഒരുപാടുണ്ട് എന്ന് തോന്നുമ്പോ ധൈര്യം ഉണ്ടാവും. ആരാത്? വാ വാ, വന്നെന്നറിഞ്ഞു. കച്ചവടമൊക്കെ തുടങ്ങിയെന്ന് ഹമീദ് സാർ പറഞ്ഞു. കച്ചവടം തുടങ്ങിയെന്ന് മാത്രമല്ല, പെണ്ണും കെട്ടി 2 കുട്ടികളുമായി സന്തുഷ്ട കുടുംബം. സുരേഷ് ഇപ്പൊ എവിടെ? അവനിപ്പം ഗൾഫിലാ, മസ്കറ്റില്. ഗോപാലകൃഷ്ണൻ സാർ പെൻഷനായി നാട്ടിൽ സെറ്റിൽ ചെയ്തു. കഴിഞ്ഞ തവണ സുരേഷ് നാട്ടിൽ വന്നപ്പോ എന്നെ ഒന്ന് കണ്ടിരുന്നു. തന്റെ കാര്യമൊക്കെ ചോദിച്ചു. ബാ, ഒരു ജ്യൂസ് കഴിക്കാം. വേണ്ട. അതെന്താ അങ്ങനെ? ജ്യൂസ് കഴിക്കാന്നേ. വേണ്ട ചേട്ടാ, ഞാൻ തന്നെ കാണാൻ വന്നത് വേറൊരു കാര്യത്തിന്. എന്താ? എനിക്ക് എന്തെങ്കിലും ഒരു പണി വേണം. തന്റെ പരിചയത്തിലോ ബന്ധത്തിലോ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവോ? നല്ല കാര്യമായി. ഈ ലോകത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, ജോലി. ഞാൻ തന്നെ എത്ര കാലം തെണ്ടി നടന്നു എന്നറിയാമോ? ആരുടെയൊക്കെ കാല് പിടിച്ചെന്നറിയാമോ? അവസാനം മനസ്സിലായി, ജീവിക്കണോ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം. അല്ല, ഞാൻ എന്ത് ജോലിയും ചെയ്യാം. എന്തു ജോലി? കിളയ്ക്കാന്ന് അല്ലേ? അതിനും തയ്യാറാണ്. അതിനിവിടെ കിളയ്ക്കാൻ അറിയുന്ന നല്ല തൂമ്പാ പണിക്കാരുണ്ട്. തന്നെ ആർക്ക് വേണം? ഇനി ചുമടെടുക്കാമെന്ന് വെക്ക്, യൂണിയനിലുണ്ടാവണം. യൂണിയനിൽ ചേരണമെങ്കിലോ ചുരുങ്ങിയത് 50,000 രൂപയെങ്കിലും വേണം. ആ കാശുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കട തുടങ്ങരുതോ? ഞാൻ ഒഴിഞ്ഞു മറയൊന്നുമല്ല, നോക്കാം. കിട്ടിയാൽ ഉപകാരമായി. ഞാൻ പല വഴിയും നോക്കണുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ എന്റെ ഒരു ഹിസ്റ്ററി അറിയണവര് ഉണ്ടെങ്കിലും തരില്ലല്ലോ. ചേട്ടാ, ചേട്ടനോട് കടയിലേക്കൊന്ന് വരാമോന്ന് അച്ഛൻ ചോദിച്ചു. അച്ഛനാ? ആരുടെ അച്ഛൻ? എന്റെ അച്ഛൻ. ആ, ഇത് നമ്മുടെ പഴയ പരമേശ്വരന്റെ മോളാ. വേണ്ട, കിടന്നോളൂ. മോളെ, അകത്തുനിന്ന് സ്റ്റൂൾ എടുത്തിട്ട് കൊടുക്ക്. ഇരിക്കെ. കൈ ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ലല്ലേ? ഇല്ല, വാഴപ്പിണ്ടി പോലെയാ. പിന്നെ കാഴ്ചക്ക് 2 കൈ ഉണ്ടെന്ന് പറയാം. രക്ഷപ്പെട്ടു പോയിക്കോ. 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കൈയും കാലും പറ്റി എറിഞ്ഞില്ലെങ്കിൽ ഈ പരമേശ്വരൻ സ്വയം കുത്തി മരിക്കണം.
എനിക്ക് ജീവിക്കണം. ചായ ഒരെണ്ണം മേടിപ്പിക്കട്ടെ? വേണ്ട. അത് പറ്റില്ല. എന്റെ അടുത്ത് വന്നിട്ട് ഒരു ചായെങ്കിലും കുടിക്കാണ്ട് പോകാൻ പറ്റില്ല. മോളെ 2 ചായ മേടിച്ചിട്ട് പാടി. എന്നോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നില്ലേ? എന്താ ചിരിച്ചളഞ്ഞ്? കാലുകൊണ്ടെങ്കിലും നിങ്ങളെ കൊല്ലണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നിങ്ങൾ ജോസറിനെ കൊന്ന് ജയിലിൽ പോയി. പിന്നെ പഴയ എസ് ഐ ഹരിദാസ് ബാങ്കിൽ നിന്ന് ലോൺ ശരിയാക്കി തന്നു. സൈക്കിൾ ഷാപ്പ് തുടങ്ങി. കൈയില്ലാണ്ടായപ്പോഴാ ആലോചിക്കാൻ തുടങ്ങിയത്. തെറ്റും ശരിയും അപ്പോൾ മനസ്സിലായി. എന്റെ കൈ കളഞ്ഞത് ഞാൻ തന്നെയാ. ഞാൻ ചെയ്തു കൂട്ടിയതിന്റെ ഫലം. പക്ഷെങ്കിൽ ഇപ്പൊ കെട്ടികളും മക്കളും കുടുംബമായിട്ട് സുഖം, സമാധാനം. കാശിന് ഇത്തിരി പഞ്ഞേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് കിട്ടിയോടി. മാമനോടുക്ക്. മതി, നീ മോള് കുടിച്ചോ. എന്റെ മൂത്ത മോള ചെമ്മണി. ഇവിടെ പഠിപ്പ് കഴിഞ്ഞുള്ള നിർത്തേണ്ടി വന്നു. ചെക്കൻ പഠിക്കുന്നുണ്ട്. ഇവളോ ഇവിടെ അമ്മയെ അടുത്തില്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നടക്കില്ല. തള്ളയ്ക്ക് ഇവിടെ ഒന്ന് കടയിൽ നിൽക്കാൻ പറ്റുമോ? പിന്നെ എന്താ ഇനി പരിപാടി? കീരിക്കടന്മാരെ ആരെങ്കിലും കണ്ടോ? ഇല്ല. സൂക്ഷിച്ചോണം, ചതിന്മാരാ. ജോസേട്ടൻ ആണായിരുന്നു. പിന്നെ ഇന്നൊരാളെയും കുത്തില്ല. നേരെ വാ നേരെ പോ. യുവന്മാര് കണ്ണി ചോരയില്ലാത്തവരാ. കാശിന് വേണ്ടി സ്വന്തം അപ്പനെയും വെക്കും. എന്റെ 2 കൈയും പോയി ഞാൻ ആശുപത്രി കിടക്കുമ്പോ ജോസോട്ട് എനിക്ക് ഒരു 50,000 രൂപ ചെക്ക് തന്നു. ഞാനത് ബാങ്ക് കൊടുക്കാൻ 2 ദിവസം വൈകി. അതിനിടയിലാ ജോസേട്ടൻ മരിക്കുന്നത്. യുവന്മാരത് തടഞ്ഞു. 10 പൈസ തന്നില്ല എനിക്ക്. ഇപ്പൊ വലിയ മാന്യന്മാരും മര്യാദക്കാരും ഒക്കെയാ. പക്ഷെ തരം കിട്ടിയാൽ അവർ തനി നിറം കാണിക്കും. പിന്നീന്നാ കുത്തുക. അതുകൊണ്ട് പിന്നിലൊരു കണ്ണു വേണം. എനിക്കിപ്പോ അതൊന്നും അല്ല പ്രശ്നം. ഒരു പണി വേണം. അതിന്റെ ഒരു കറക്കത്തില്ല ഞാൻ. ഒരു രക്ഷയില്ല. എന്തു പണി വേണം? എന്ത് പണിയും ചെയ്യാം. മീൻ വിൽക്കാവോ? മീനോ? ആ, മീൻ. നല്ല കടൽ മീൻ. ചന്തയിലെ മീന്റെ ഹോൾസെയിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. മീൻ കടം ധരിക്കാം. ഒരു കൊട്ട മാത്രം വാങ്ങിയാൽ മതി. സൈക്കിളോറിനെ ഞാൻ തരാം. എന്താ പറ്റുമോ? പഠിപ്പുണ്ടെന്നൊന്നും വിചാരിക്കണ്ട. ദിവസം 100 രൂപ കാശ് കിട്ടും. ചെയ്യാം. മാറിക്കോ.